നിൽക്കുന്നു. ലാൽ സലാം ഞങ്ങൾ RPG-യുടെ ദേശീയ ശിവകുമാർ പ്രിയപ്പെട്ട സഹാക്കളെ സുഹൃത്തുക്കളെ വെയില ഭയങ്കര വെയില ജില്ലാ കേന്ദ്രങ്ങളിൽ കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, നമ്മുടെ വർക്കിംഗ് നോമുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന ഡിമാൻഡ്. രണ്ടാമത് GST-യുമായിട്ട് ബന്ധപ്പെട്ട് മരുന്ന് വില കുറയ്ക്കുക എന്നുള്ളൊരു ഡിമാൻഡ്. ആദ്യത്തെ കാര്യം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവിൻ്റെ ജോലി ഇതുവരെയും യാതൊരു രീതിയിലുള്ള ഒരു ഡെഫിനിഷനും ചെയ്തിട്ടില്ല. സ്റ്റാറ്റ്യൂട്ടറി വർക്കിംഗ് റൂൾസ് ഇല്ലാത്തത് കൊണ്ട് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്മാർ വളരെയധികം പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് ജോലിയാണ് ചെയ്യേണ്ടത് എന്നറിയില്ല. ഈവൻ ലാബ് ടെക്നീഷ്യൻ ചെയ്യുന്ന ജോലി നമ്മൾ ചെയ്യേണ്ടി വരുന്നുണ്ട്. ആ പേഷ്യൻ്റെ ബ്ലഡ് ചെക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. പല രീതിയിലുള്ള ഹരാസ്മെൻറ്റും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ വർക്ക് ഡിഫൈൻ ചെയ്യണം എന്ന് മാത്രമാണ് നമ്മുടെ ഗവൺമെൻറ്. രണ്ടാമത് GST ആയിട്ട് ബന്ധപ്പെട്ടാണ്. നിങ്ങൾക്കറിയാം, GST വന്നു കഴിഞ്ഞാൽ വില കുറയും എന്ന് പറഞ്ഞൊരു കപടവാഗ്ദാനം ഉന്നയിച്ചുകൊണ്ടാണ് GST വന്നത്. പക്ഷേ ഒരു സാധനത്തിനും GST വന്നു. നിങ്ങൾ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന 2 വീലറിൻ്റെ GST 28%. അതേപോലെ മരുന്നുകളുടെ GST 0 മുതൽ 24% വരെ ഉണ്ട്. ഈ GST വന്നതിന് ശേഷം ഓരോ മരുന്നുകൾക്കും, ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ വളരെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. അത് GST വന്നതിന് ശേഷം ₹1.30 ₹5.80 അത് കൂടി. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ചോ, GST വന്നു കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഇമ്പാക്ട്. ഇതേ കാര്യങ്ങൾ എല്ലായിടത്തും നടക്കും. പക്ഷേ ഈ വരുന്ന എന്താ പറയുക, നമ്മുടെ വിലയിലുണ്ടാകുന്ന മാറ്റം, അതായത് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് യാതൊരു രീതിയിലുള്ള സാലറി ഇൻക്രിമെന്റ് നമ്മുടെ പൊതുജനങ്ങൾക്കോ ഞങ്ങൾ ഉൾപ്പെടുന്ന പൊതുസമൂഹത്തിനോ കിട്ടുന്നില്ല. ഇതാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. അതായത് മരുന്നിന്റെ വില അതിന്റെ ഉൽപാദനം ഇതിനെ അനുസരിച്ച് തീരുമാനിക്കാം. ഇപ്പൊ ഗവൺമെന്റ് ചെയ്തിരിക്കുന്ന ഒരു പുതിയതെന്ന് വെച്ചാൽ എക്സൈസ് ഡ്യൂട്ടി പോലും MRP-യുടെ പേരിലാണ് അടിച്ചിരിക്കുന്നത്. അപ്പൊ എക്സൈസ് ഡ്യൂട്ടി നേരത്തെ ഉൽപാദന ചെലവിന്റെ മുകളിലാണ്, അത് മാറ്റിയിട്ട് ഇപ്പൊ MRP. ഇതെല്ലാം എന്ത് സംഭവിക്കുന്നത്, മരുന്നിന്റെ വില ക്രമാതീതമായി കൂടാൻ മാത്രമേ സഹായിക്കുന്നുള്ളൂ. ഇതിന്റെ ഒരു ബദൽ എന്ന് പറഞ്ഞാൽ കേരളം മാത്രമാണ്. ഇപ്പൊ നമ്മളറിയാം, ജലോത്സവത്തിന് ബിൽഡിംഗ് വന്നു, എറണാകുളം ജലോത്സവത്തിൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് വരെ നടന്നു. സർക്കാർ ഇതിനകത്ത് ഇടപെട്ട് ശക്തമായ ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ ഇതിനൊരു മാറ്റം വരുന്നുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നടത്താതിരുന്നുള്ളൂ എന്നുള്ള കാര്യം മനുഷ്യന്റെ ജീവനും ഇതിനും വിലയുണ്ടാവില്ല എന്ന് മാത്രം പറയും. ഈ ധർണാ സമരത്തിന് എല്ലാ രീതിയിലുള്ള അഭിവാദ്യങ്ങളും നൽകിക്കൊണ്ട് നിർത്തുന്നതാണ് സാർ. ഫിറോസിനെ ഒപ്പം മാറിയ നേതൃത്വത്തിൽ